അപ്പോൾ ഈ യാത്രയപ്പ് സമ്മേളനത്തിലേക്കും സ്കൂൾ വാർഷികത്തിലേക്കും അധ്യാപക രക്ഷാകർതൃ ദിനത്തിലേക്കും എല്ലാ രക്ഷിതാക്കളെയും സഹൃദരായ എല്ലാ നാട്ടുകാരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് നമ്മുടെ PTA പ്രസിഡന്റ് സിൽവിയ ജോസാണ്. അവരെ PTA അധ്യക്ഷ പദം അലങ്കരിക്കാനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈശ്വര പ്രാർത്ഥന. സ്വാഗതം പറയുന്നത് ഗിരീഷ് സാർ. വേദിയിലും സദസ്സിലും ഉപേക്ഷിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്കറിയാം നമ്മുടെ സ്കൂളിൻ്റെ 53-ാം വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും അധ്യാപക രക്ഷാകർതൃ ദിനവും തരംഗം 2026 എന്ന പേരിൽ ഇന്നിവിടെ നടത്തപ്പെടുകയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഇവിടെ ആനിവേഴ്സറി ആഘോഷിക്കുമ്പോൾ നമുക്ക് ഒരു ആനിവേഴ്സറി അല്ലെങ്കിൽ സ്കൂൾ വാർഷികം മാത്രമായിട്ടാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. എന്നാൽ ഈ വർഷം ഒരു പ്രത്യേകതയുണ്ട്. ഏകദേശം 15 വർഷത്തിന് ശേഷം ആണെന്ന് തോന്നുന്നു ഒരു യാത്രയയപ്പ് സമ്മേളനം നമ്മുടെ സ്കൂളിൽ നടത്തുന്നത്. ഞാനിവിടെ വന്നിട്ട് 10 വർഷം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് ആരുടെയും യാത്രയയപ്പ് ഇവിടെ നിന്ന് നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ പ്രിയങ്കരിയായ ജെസിമോൾ ടീച്ചർക്ക് യാത്രയയപ്പ് നൽകുകയാണ്. അതോടൊപ്പം നമ്മുടെ സ്കൂൾ വാർഷികവും നമ്മൾ സംയുക്തമായിട്ട് ആഘോഷിക്കുകയാണ്. സ്കൂൾ വാർഷികം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് വളരെ സന്തോഷവും അഭിമാനവും നിറഞ്ഞൊരു ദിവസമാണ്. നമ്മുടെ സ്കൂളിലെ കുട്ടികൾ അവരുടെ കലാവാസനകളൊക്കെ പ്രകടിപ്പിക്കാനുള്ള അവസരവും അതോടൊപ്പം ആ ഒരു വർഷം അവർ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് നല്ല സമ്മാനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുപോകാൻ അല്ലെ എല്ലാവരും സന്തോഷത്തോടെ ഈ സ്കൂളിൽ എത്തിയിരിക്കുന്നത്. ഈ ആഘോഷവേളയിൽ നമുക്കറിയാം നമ്മുടെ സ്കൂള് വളരെ ഭംഗിയായിട്ട് ഇവിടെ നടന്നു പോകുന്നു. ഈ വർഷം നമുക്കിവിടെ 50-ൽ പരം കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ ഉള്ളത്. നമ്മുടെ സ്കൂള് പ്രവർത്തനം ആരംഭിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ സ്കൂളിൽ 2 വർഷം മുമ്പ് നമ്മുടെ സ്കൂളിൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷമായിരുന്നു. 50 വർഷം പൂർത്തിയായി. ആ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾക്ക് ശേഷം സ്കൂളിൽ കുറച്ച് വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തനം കുറച്ചൊക്കെ നടന്നെങ്കിൽ പോലും ഒരു പൂർണ്ണതയിലെത്തിയില്ല. നമ്മൾ കുറച്ച് നടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നോക്കിയിട്ട് വീണ്ടും കുറേ പരിപാടികളൊക്കെ പൂർത്തിയാകാനായിട്ട് എല്ലാം ഇങ്ങനെ അഴിച്ച് പോകാനാണ്. പക്ഷേ ഈ 2 വർഷങ്ങൾ കൊണ്ട് കഴിഞ്ഞ വർഷം ടീച്ചറൊക്കെ വന്നതിന് ശേഷം പഞ്ചായത്ത് തലത്തിലെ കൂടുതൽ ഇടപെടലൊക്കെ നടത്തി നമുക്ക് കൂടുതൽ ഫണ്ടുകളൊക്കെ കിട്ടി. നമുക്ക് മനോഹരമായ ഒരു സ്റ്റേജും ഒരു ഓഡിറ്റോറിയം ഒക്കെ നമുക്ക് കിട്ടി. ഇതില്ലായിരുന്നെങ്കിൽ നമ്മൾ ആനിവേഴ്സറി തലേദിവസം ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. ഇവിടെ പന്തലിടണം, സ്റ്റേജ് കെട്ടണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി നമുക്ക് വളരെ മനോഹരമായ ഒരു സ്റ്റേജും ഇതെല്ലാം പൂർണ്ണതയിൽ എത്തിച്ചേർന്നത് ഈ വർഷമാണ്. നമ്മളിതിൻ്റെ തറയൊക്കെ കൈയിട്ടു. അതുപോലെ പുറകുവശം എപ്പോഴും മഴ പെയ്ത് നനഞ്ഞ് ഇപ്പോഴും ചെടിയാണ്. കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് പുറകോട്ട് പോയി കഴിയുമ്പോൾ എപ്പോഴും ആ
ഈ മഴ കുതിർന്ന് ചെളി ചവിട്ടി കയറ്റിക്കൊണ്ടാണ് നമ്മുടെ ഡൈനിങ് റൂമിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. എങ്കിലും ഈ വർഷം തുടക്കത്തിൽ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച് വളരെ മനോഹരമായി അവിടെയൊക്കെ ടൈലിട്ട് സൈഡിൽ ആ ഇടിഞ്ഞു കിടന്നിരുന്ന ഭിത്തിയൊക്കെ കെട്ടി വളരെ മനോഹരമാക്കിയപ്പോൾ കുട്ടികൾക്ക് ഒരു നല്ല സൗകര്യത്തോടു കൂടി സ്കൂളിൽ ഓടിച്ചാടി നടക്കുന്നതിനുള്ള അവസരം ഉണ്ടാകുകയാണ്. അപ്പം ഇങ്ങനെ പഞ്ചായത്തിന് പല ഫണ്ടുകളൊക്കെ കിട്ടി നമ്മുടെ സ്കൂള് വളരെ മനോഹരമായി. അതുപോലെ നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന വഴിയാണെങ്കിൽ പോലും ഒരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാൻ സ്ഥലമില്ലായിരുന്നു. അപ്പോൾ അവിടെ മതിലൊക്കെ കെട്ടിയപ്പോൾ ടീച്ചർ ഇടപെട്ട് അത്യാവശ്യം വീതിയൊക്കെ വാങ്ങിച്ച് നമ്മുടെ സ്കൂളിലേക്ക് നല്ല വീതിയുള്ള വഴിയൊക്കെ ആയി. പിന്നെ പറഞ്ഞ സ്കൂളിന് പ്രധാനമായിട്ടൊരു വണ്ടിയാണ് ഇല്ലാത്തത്. അപ്പോൾ നമ്മുടെ പ്രസിഡന്റ് കയറിയ വഴി നമ്മുടെ MP-യോടൊക്കെ സംസാരിച്ച് വണ്ടി വാങ്ങി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെയുള്ള സഹകരണം വീണ്ടും പഞ്ചായത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളിന് വേണ്ട എല്ലാ സഹകരണങ്ങളും നമ്മൾ പഞ്ചായത്തിൽ നിന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം നമ്മുടെ വാർഷികത്തോടൊപ്പം നമ്മൾ ടീച്ചറുടെ യാത്രയേപ്പ് നടത്തപ്പെടുകയാണ്. ടീച്ചറിനെ പറ്റി 1-2 വാക്ക് പറയാതിരിക്കാൻ വയ്യ. ടീച്ചർ 1997 സർവീസിൽ പ്രവേശിച്ചത്. പാലക്കാട് ജില്ലയിലെ കുമരമ്പത്തൂർ സ്കൂളിലാണ് ടീച്ചർ 1997 സർവീസ് പ്രവേശിക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന് പിന്നെ നമ്മുടെ ഇടുക്കി ജില്ലയിലെ അരുവഞ്ചാലിലേക്കാണ് ടീച്ചർ വന്നത്. പിന്നെ ഏറെ നീണ്ട വർഷക്കാലം അതിനുശേഷം ടീച്ചർ പഴയരിക്കണ്ടത്ത് സ്കൂളുണ്ടായിരുന്നു. നമുക്ക് ഈ പ്രദേശത്ത് കഞ്ഞിക്കുഴികൾ നടക്കുമ്പോൾ ടീച്ചറിനെ അറിയാതെ ആരുമില്ല. ടീച്ചറിൻ്റെ സ്റ്റുഡൻസ് ആണ് കൂടുതലും. എവിടെ ചെന്നാലും ഏത് കടയിൽ ചെന്നാലും ഏത് സ്ഥാനത്ത് ചെന്നാലും ടീച്ചർ പഠിപ്പിച്ച കുട്ടികളൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ അതിലേക്ക് പേര് നമുക്ക് സ്കൂളിലേക്ക് കാര്യത്തിൽ ചെന്നാലും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനൊക്കെ സാധിക്കും. അപ്പോൾ ടീച്ചർ ഈ വർഷം ഏപ്രിൽ 30 നമ്മുടെ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഔപചാരികമായ ഒരു യാത്രയയപ്പും കൂടെ നമ്മുടെ ടീച്ചറിന് ഇന്നിവിടെ നൽകുകയാണ്. അപ്പോൾ ഈ ആനിവേഴ്സറിയുടെ അവസരത്തിൽ വളരെ സന്തോഷമുള്ള നിമിഷങ്ങളാണെങ്കിലും ഇപ്പോൾ ടീച്ചർ ഈ വർഷം നമ്മളിൽ നിന്ന് ജോലിയിൽ നിന്ന് വിരമിച്ച് പോവുകയാണെന്ന് ഓർക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സങ്കടമുണ്ട്. ഇപ്പോൾ ടീച്ചർ 2 വർഷം കൂടെ നമ്മുടെ സ്കൂളിലൊക്കെ തുടരുകയായിരുന്നെങ്കിൽ നമ്മുടെ സ്കൂളിന് വളരെയധികം ഒത്തിരി ഉയർച്ച ഉണ്ടാകുമെന്ന് നമുക്ക് അറിയാം. നമ്മൾക്ക് ഇവിടെ കണ്ടാൽ തന്നെ അറിയാം, സൈഡിൽ പൂച്ചെടിയൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ടുണ്ട്. അതെല്ലാം ടീച്ചറിൻ്റെ ഒരു പ്രത്യേകമായ താല്പര്യപ്രകാരമാണ്. ടീച്ചർ വീട്ടിൽ നിന്ന് കുറേ ചട്ടി കൊണ്ടുവരും, വഴി പോകുന്ന വഴിക്കൊക്കെ ചട്ടി വാങ്ങിക്കൊണ്ട് വരും. ഇതൊക്കെ നമ്മുടെ ഫണ്ടിൽ നിന്നല്ല, ടീച്ചറിൻ്റെ കയ്യിൽ നിന്നാണ്. ടീച്ചറിനോട് ചോദിക്കും പറയും, അതിനകത്ത് സാറേ നമ്മൾ ശമ്പളമൊക്കെ മേടിക്കുന്ന ഇച്ചിരി പൈസ സ്കൂളിന് ചിലവാക്കുന്നതിന് എത്ര നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് മേടിച്ച് കൊടുക്കാം, നമ്മുടെ പിള്ളേരല്ലേ എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ ധാരാളമായ കാര്യങ്ങൾ. അതുപോലെ നമ്മുടെ ഈ കുളത്തിനൊക്കെ ചുറ്റും ടീച്ചർ പിള്ളേർ അപകടത്തിൽപ്പെടാതിരിക്കാനായിട്ട് കമ്പിവേലിയൊക്കെ എല്ലാം ടീച്ചർ കയ്യിൽ നിന്ന് നടക്കുന്നതാണ്, അല്ലാതെ ഫണ്ടിൽ നിന്ന് കിട്ടിയതല്ല. അപ്പോൾ അതെല്ലാം ചെയ്ത് ടീച്ചർ നമ്മുടെ സ്കൂളിനെ ഒരു നല്ല നിലയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുന്ന ഈ അവസരത്തിലാണ് ടീച്ചർ സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. അപ്പോൾ സർവീസൊക്കെ നീട്ടുന്നതിനെ പറ്റി ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെന്നറിയാം. ഇപ്പോൾ ടീച്ചറിന് പറ്റുമെങ്കിൽ ആ ടീച്ചറിനും കൂടെ ആ അവസരം കിട്ടുവാണെങ്കിൽ ടീച്ചർ നമ്മുടെ സ്കൂളിൽ മുതൽക്കൂട്ടാകുന്നതിൽ ഒരു തർക്കവുമില്ല. ഞാൻ ഏറെ നേടിക്കൊണ്ട് പോകുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്ന് ഈ വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ PTA പ്രസിഡന്റ് സിൽവിയ ജോസാണ്. ഈ വർഷമാണ് സിലു ചേച്ചി PTA പ്രസിഡന്റായി ചുമതല ഏറ്റപ്പോൾ തന്നെ സ്കൂളിലെ ആവശ്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞെല്ലാം നമുക്ക് ഭംഗിയായി നടത്തണം എന്ന് നമ്മുടെ കമ്മിറ്റിയിലൊക്കെ അറിയിക്കുകയും അതിൽ പ്രകാരം എല്ലാ കമ്മിറ്റിയെ യോഗത്തിൽ പങ്കെടുക്കുകയും അതുപോലെ പൊതുപ്പണിയൊക്കെ വയ്ക്കുമ്പോഴാണെങ്കിലും മുന്നിൽ നിന്ന് എല്ലാ പ്രവർത്തനങ്ങളും പങ്കെടുക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ടാണെങ്കിലും ആനിവേഴ്സറിയുടെ എല്ലാ കാര്യങ്ങളുമായിട്ട് നമ്മുടെ സ്കൂളുമായിട്ട് എത്രയും സഹകരിച്ചു പോകുന്ന സിൽവിയ ജോസ് നമ്മുടെ PTA പ്രസിഡന്റിനെ ഏറ്റവും ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ഈ യോഗത്തിൻ്റെ വാർഷിക ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനിയായ ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കോമളം മോഹൻദാസ്. ടീച്ചർ ഇന്ന് എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ഞാൻ ആൽപ്പാറ സ്കൂളിലൊക്കെ ആയിരുന്നപ്പോൾ ടീച്ചർ ചുരുളിയിലുണ്ടായിരുന്നു. കണ്ടു പരിചയമുണ്ട്. വീട്ടാണ് ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഈ ടീച്ചറാണല്ലോ അതൊന്നും പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്. ഇപ്പോൾ ടീച്ചർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ വഴി ഉടനെ തന്നെ ടീച്ചർ ജസ്റ്റിച്ചിട്ട് വന്ന് പറഞ്ഞു, സാറേ ടീച്ചർ ഇങ്ങനെ വന്നിട്ടുണ്ട്, നമ്മുടെ സ്കൂളിൽ വണ്ടി മേടിച്ചിടാൻ ഡീൻ കുര്യാക്കോസിനോട് പറയാം. അപ്പോൾ അത് പ്രകാരം നമ്മൾ ഡീൻ കുര്യാക്കോസിനെ പോയി കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ ഡീൻ കുര്യാക്കോസ് പിന്നെ അടുത്ത വർഷത്തേക്ക് നോക്കാമെന്ന്, ഈ വർഷത്തെ ഫണ്ട് തീർന്നു പോയി, അടുത്ത വർഷം നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വളരെ ടീച്ചറിനെ അറിയാം. ടീച്ചറായതുകൊണ്ട് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപിക ആയിരുന്നുകൊണ്ട് തന്നെ സ്കൂളിലെ പ്രശ്നങ്ങളും എല്ലാം വളരെ നല്ലവണ്ണം അറിയാവുന്ന ആളാണ്. നമ്മുടെ സ്കൂളിന് വേണ്ട
എല്ലാവിധ പരിഗണനയും നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം ആദ്യം തന്നെ ടീച്ചർക്ക് ഈ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുപ്പിൽ ഉള്ള ആശംസകൾ അറിയിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ഈ യോഗത്തിലേക്ക് ഏറ്റവും ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സോയിമോൻ സണ്ണിയാണ്. നമ്മൾ എൻഡോമെന്റ് വിതരണ സന്ദേശത്തിലാണ് അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നത്. സോയിമോനെ നമുക്ക് നേരത്തെ പരിചയമുണ്ട്. നമ്മുടെ അയൽ സ്ഥാപനമായ ITIയിലെ സ്റ്റുഡൻ്റ് ആണെന്നപ്പോൾ ഞങ്ങൾക്ക് പരിചയമുണ്ട്. ഇപ്പോൾ ഇപ്പോഴും കാണുകയും വർത്തമാനം പറയുകയും സ്കൂളിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സുഹൃത്ത് ബന്ധം പണ്ട് മുതലേ ഉണ്ട്. ഏതൊരു ആവശ്യവും എപ്പോൾ വഴി വെച്ച് കണ്ടാലും വളരെ സന്തോഷപൂർവ്വം ഇടപെടുകയും സ്കൂളിലെ എല്ലാവരെയും പറ്റി അന്വേഷിക്കുകയും ഇപ്പോൾ ഞങ്ങൾ എന്നെ കണ്ടതാണെങ്കിൽ മറ്റ് ടീച്ചർമാരെ പറ്റിയൊക്കെ വളരെ താല്പര്യപൂർവ്വം ചോദിക്കുകയും അവരുടെ വിശേഷങ്ങളൊക്കെ തിരക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ടൈമിലാണെങ്കിലും ചെലച്ചോടിൽ നിന്ന് വിജയിച്ച് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ മികച്ച ഒരു മെമ്പർ എന്ന ഖ്യാതി നേടിയ ആളാണ് സോയിമോൻ. നമുക്കറിയാം, അവിടെ പലരും പറഞ്ഞു കേൾക്കുന്നത് സോയിമോൻ ആണ് മികച്ച മെമ്പർ എന്ന് ചുറ്റുപാടുമുള്ള പല ആളുകൾ നമ്മുടെ രക്ഷിതാക്കൾക്കൊക്കെ വന്ന് പറയാറുണ്ട്. അപ്പോൾ സോയിമോൻ നമ്മുടെ ഒരു അയൽ സ്ഥാപനത്തിലെ സ്റ്റുഡൻ്റ് ആണ് എന്നുള്ള പരിചയമാണ്. ആ പരിചയവും ഇതൊക്കെ നമ്മുടെ സ്കൂളിന് വേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് സോയിമോൻ സണ്ണിയെയും ഏറ്റവും ഹൃദയപൂർവ്വം നമ്മുടെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ശ്രീമതി ദീപ ജോസഫ് അവറുകളാണ്. ജെസിമോൻ ടീച്ചർക്ക് ആദരവ് സന്ദേശം നൽകുന്നതാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ മെമ്പറേയും എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിൽ പോലും നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ അമ്മയാണെന്ന് ടീച്ചർമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ വരുന്ന സമയത്തൊക്കെ അക്ഷയയിലേക്കൊക്കെ പോകുന്ന സ്ഥിരം കാണാറുണ്ട്. അപ്പോൾ അതിന് പരിചയമുണ്ട്. അത് നേരിട്ട് പരിചയമില്ലെങ്കിൽ പോലും നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ മാതാവ് എന്ന നിലയിൽ നമ്മുടെ സ്കൂളിനോട് വളരെയധികം താല്പര്യമുള്ള ആളാണ്. ഞാൻ വിളിച്ച അപ്പോൾ തന്നെ ഞാൻ എത്തിക്കോളാം സാർ എന്ന് പറഞ്ഞ് വേഗം ഒരു വാട്സപ്പിൽ ഒരു നോട്ടീസോടെ ഇട്ടേരെ ഞാൻ തീർച്ചയായും എത്താമെന്ന് പറഞ്ഞ് ആദ്യം തന്നെ ഇവിടെ എത്തിച്ചേർന്നു. വളരെ കൃത്യനിഷ്ഠയോടുകൂടി 2 മണിക്ക് മുമ്പ് തന്നെ നമ്മുടെ ഈ സ്കൂളിൽ എത്തിച്ചേർന്ന് അവർക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് യാത്രയിൽ സന്ദേശം നൽകുന്നതായിട്ട് നമ്മുടെ BBC അടിമാലി BBCയിലെ അപർണ ടീച്ചറാണ്. അപർണ ടീച്ചറിനോട് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ ടീച്ചർ യാതൊരു മടിയും കൂടാതെ അന്ന് തീർച്ചയായും വന്നേക്കാം എന്ന് പറഞ്ഞായിരുന്നു. ടീച്ചറും കൃത്യസമയത്ത് തന്നെ എത്തി. അപ്പോൾ ഞങ്ങൾ ക്ലസ്റ്റർ പരിപാടി അതുപോലെ മറ്റു കാര്യങ്ങൾ DRC കാര്യങ്ങളൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ ടീച്ചർ വളരെ താല്പര്യപൂർവ്വം ഞങ്ങൾ കേൾക്കുകയും എന്താവശ്യമുണ്ടായാലും കൃത്യമായി വിളിച്ചു പറയുകയും അതുപോലെ നടത്തി തരികയൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട്. അപ്പോൾ ടീച്ചർ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ടീച്ചർ നമ്മുടെ സ്കൂളിലേക്ക് എത്താൻ വളരെയധികം താല്പര്യമെടുത്തു. ഇപ്പോൾ ടീച്ചർ സമയത്ത് തന്നെ എത്തി. ഇപ്പോൾ ടീച്ചർക്ക് നമ്മുടെ ഈ സ്കൂളിൻ്റെ പേരിലുള്ള എല്ലാവിധ സ്വാഗതം ആശംസിച്ചുകൊള്ളു. നമ്മുടെ വാർഡ് മെമ്പർ എത്താമെന്ന് അറിയിച്ചിരുന്നു. ചില സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ വാർഡ് മെമ്പറായ ശ്രീ ടോമി നെല്ലിപ്പള്ളി അവരുകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ മുൻ ഹെഡ് മാസ്റ്റർമാരായ ഗോപാലകൃഷ്ണൻ സാറുണ്ട്. വന്നിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ സാറിനെ നമുക്കെല്ലാവർക്കും വളരെ പരിചിതമാണ്. നമ്മുടെ സ്കൂൾ അധികകാലം ഉണ്ടായിരുന്നു. ആദ്യകാല പ്രാരാബ്ദത്തിലെ ഇതിൽ നിന്നൊക്കെ നമ്മുടെ സ്കൂളിനെ ബാലരക്ഷിതരൊക്കെ മാറ്റി സ്കൂളാക്കി മാറ്റിയത് സാറാണ്. സാറ് വളരെ അധികം കാലം നമ്മുടെ സ്കൂളിൽ സേവനം ചെയ്തിട്ടുണ്ട്. ഞാൻ വരുന്ന 2 വർഷം മുമ്പാണ് സാറ് ഇവിടുന്ന് മാറി നങ്കിയിലേക്ക് പോയത്. ഇത് സാറിനെ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയും മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് സാറുമായി കൂടുതൽ അടുത്തിടപെടാൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാർ എപ്പോൾ കണ്ടാലും നമ്മുടെ സ്കൂളിനെ പറ്റി ചോദിക്കുകയും എല്ലാവിധ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഇടയ്ക്ക് നമ്മുടെ സ്കൂൾ സന്ദർശിക്കുകയും കുട്ടികൾക്ക് മിഠായിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന വളരെ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് സ്കൂളിലെ എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് കുട്ടികൾക്ക് മധുരപലഹാരങ്ങളൊക്കെ എത്തിച്ചേരും. അപ്പോൾ അത്രയും വളരെ അടുപ്പമാണ് നമ്മുടെ സ്കൂളിനോട്. സാറും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ ഗോപാലകൃഷ്ണൻ സാറിനും ഏറ്റവും ഹൃദയപൂർവ്വമുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുൻ HM ഗീത ടീച്ചർ ചേർന്നിട്ടുണ്ട്. ഗീത ടീച്ചറും
ഞാനിവിടെ വരുന്ന തൊട്ട് മുമ്പിലത്തെ വർഷമാണ് ഇവിടുന്ന് പോയത്. ഇത് ടീച്ചറും വളരെ നല്ല രീതിയിൽ നമ്മുടെ സ്കൂളിൽ പ്രവർത്തിച്ചു എന്നാണ് എനിക്ക് ഇവിടുത്തെ ടീച്ചർമാരൊക്കെ പറയുന്നത്. വളരെ കൃത്യനിഷ്ഠതയോടെയും അച്ചടക്കത്തോടെയും സ്കൂളിനെ നല്ലൊരു കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വളരെ മിടുക്കിയായ ഒരു അധ്യാപികയാണ് ഗീത ടീച്ചർ. ഗീത ടീച്ചറിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂൾ ആ സമയത്തൊക്കെ നല്ല സ്ട്രെങ്ത് ഉള്ള സമയമായിരുന്നു. അപ്പോൾ ടീച്ചർ എല്ലാവരെയും വളരെ കാര്യമായി എല്ലാ രക്ഷിതാക്കളുമായിട്ടും അധ്യാപകരുമായിട്ടും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിരുന്ന ആളാണ്. ഇപ്പോൾ ടീച്ചറും നമ്മൾ വിളിച്ചതനുസരിച്ച് വളരെ താല്പര്യപൂർവ്വം നമ്മുടെ ഈ യോഗത്തിലേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ ടീച്ചറിനെ ഏറ്റവും ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുൻ ഹെഡ്മാസ്റ്റർമാരായ ജ്യോതിഷ് സാറ്, അന്നമ്മ ടീച്ചറൊക്കെ ഇവിടെ എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവർ എത്തിച്ചേരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവരെയും ഏറ്റവും ഹൃദയപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ അടുത്തതായിട്ട് നമ്മുടെ MBTA പ്രസിഡന്റ് അരുൺ സി കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടുത്തെ MBTA പ്രസിഡന്റാണ്. സ്കൂളിലെ എല്ലാ കാര്യങ്ങളും വളരെ സഹായകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഏത സമയത്തും ഓടി വരാൻ പറഞ്ഞാൽ സ്കൂളിൽ ഓടിയെത്തുകയും സ്കൂളിന് വേണ്ട സഹായമൊക്കെ നൽകുന്ന അരുൺ സിയെ ഏറ്റവും ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ CRC കോർഡിനേറ്റർ അശ്വതി ജനീഷാണ്. അശ്വതി ടീച്ചറാണെങ്കിലും CRC നമ്മുടെ BRCയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമുണ്ടെങ്കിലും വിളിച്ചു പറയുകയും മെസ്സേജ് അയച്ച് എല്ലാം കൃത്യസമയത്ത് ചെയ്യണം സാറേ എന്ന് പറഞ്ഞ് വളരെ കാര്യമായിട്ട് നമ്മുടെ സ്കൂളിലെ എല്ലാ അധ്യാപകരുമായിട്ടും വളരെ സ്നേഹത്തോടും താല്പര്യപൂർവ്വമൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ടീച്ചറും സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. ഏത് കാര്യമുണ്ടെങ്കിലും നമ്മുടെ സ്കൂളുമായി സഹകരിക്കുന്ന അശ്വതി ടീച്ചറിനും ഈ യോഗത്തിൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ശ്രീമതി മരിയ കുര്യൻ ടോസ് അക്കാദമി ഇവിടെ എത്തിച്ചേരാൻ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂളിന് ഈ വർഷം വളരെയധികം സാമ്പത്തികമായിട്ട് സഹായങ്ങളൊക്കെ ചെയ്താണ്. കുട്ടികൾക്ക് ബാഗ്, മറ്റ് പഠനോപകരണങ്ങൾ എന്നിവയൊക്കെ കണക്കിന് രൂപയുടെ സാധനങ്ങൾ നമ്മുടെ സ്കൂളിന് നൽകുകയും ഇവ ചെയ്ത വ്യക്തിത്വമാണ്. അവരിവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മരിയ കുര്യനെയും ഈ യോഗത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതോടൊപ്പം ഇന്നത്തെ യോഗത്തിൽ ഏറ്റവും ടീച്ചറിന് സ്വാഗതം പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രിയങ്കരിയായ HM ജിസിമോൾ ടീച്ചറാണ്. ടീച്ചറിനെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ടീച്ചർ ഒരു യാത്രയപ്പ് സമ്മേളനം നടന്ന രീതിയിൽ ടീച്ചറിന് വേണമെങ്കിൽ സൈഡിൽ കയറി ഒതുങ്ങിയിരിക്കാറുണ്ട്. ഈ ബാക്കി പിള്ളേർ വേണേൽ നടത്തട്ടെ. പക്ഷേ ടീച്ചർ മാറിയിരുന്നില്ല. ഇത് ടീച്ചറിൻ്റെ ഇനിയിപ്പോൾ ഒരു അവസരം കിട്ടില്ലല്ലോ എന്ന വിചാരിച്ചാൽ ടീച്ചർ വളരെ താല്പര്യപൂർവ്വം ഇന്നലെ ടീച്ചർ AEO തലത്തിലെ യാത്രയപ്പോട്ടാണ്. അപ്പോൾ ടീച്ചർ ഇന്നലെ ഇവിടെ വരാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് ടീച്ചറിന് രാവിലെ തന്നെ വന്ന് എല്ലാ പ്രവർത്തനത്തിലും നമ്മുടെ മിറ്റവടി തുടങ്ങിയുള്ള കാര്യങ്ങൾ ടീച്ചർ ചെയ്യാൻ പോകും. അതാണ് എൻ്റെ ടീച്ചറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മിറ്റവടി മുതൽ എല്ലാം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഒരു സ്കൂളിൽ എന്നൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ടീച്ചർ വളരെ താല്പര്യപൂർവ്വം പ്രവർത്തിച്ച് അല്ലാതെ HM എന്ന രീതിയിൽ കയറിയുടെ കസര ഇരിക്കുകയൊന്നുമില്ല. ടീച്ചർ വളരെ താല്പര്യപൂർവ്വം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പോൾ ടീച്ചറിന് ഈ യോഗത്തിൻ്റെ ഒരു ഔപചാരിക നിലയിൽ ഏറ്റവും ഹൃദയമായ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ നമ്മുടെ മുൻ PTA പ്രസിഡന്റായിരുന്ന സുജാത ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. ജിസിമോൾ ടീച്ചർ കഴിഞ്ഞ വർഷം ഉണ്ടാകുമ്പോൾ സുജാത ചേച്ചിയായിരുന്നു PTA പ്രസിഡന്റ്. ടീച്ചർ സുജാത ചേച്ചിയോടൊക്കെ പ്രത്യേകം വിളിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ സുജാത ചേച്ചി എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് സുജാത ചേച്ചി നമ്മുടെ സ്കൂളിന് വേണ്ടി വളരെയധികം പ്രയത്നിച്ച ആളാണ്. അപ്പം സുജാത ചേച്ചിക്കും ഈ യോഗത്തിൻ്റെ പേരുള്ള ഏറ്റവും കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഇനി അടുത്തതായി ഈ നമ്മുടെ വാർഷികം ഏറ്റവും സജീവമാക്കാൻ സഹകരിച്ച നമ്മുടെ പ്രിയങ്കരായ രക്ഷിതാക്കളാണ്. അപ്പോൾ എല്ലാ രക്ഷിതാക്കളെയും ഈ യോഗത്തിലേക്ക് ഏറ്റവും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ നല്ലവരായ നാട്ടുകാർ ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ സ്കൂളിൻ്റെ ചുറ്റുപാട് താമസിക്കുന്നവരൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ജോർജ് ചേട്ടനൊക്കെ ഒരു പ്രത്യേകം സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ കോൺട്രാക്ടറായിരുന്ന രജിസ്റ്റേട്ടൻ, അങ്ങനെ വിവിധ വ്യക്തിത്വങ്ങൾ, നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് സാം ചേട്ടൻ, അതുപോലെ റിട്ടയർഡ് SA ജോൺസൺ സാറ്, അദ്ദേഹം യൂട്യൂബിൽ ഇടാനായിട്ട് ക്യാമറയായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഏറ്റവും ഹൃദയപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ എല്ലാ കുട്ടികളെയും ഒരിക്കൽ കൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പം നല്ലൊരു വാർഷികം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
നമസ്കാരം. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, കോമൺ ടീച്ചർ, വൈസ് പ്രസിഡന്റ് സോയിമാൻ സന്ദീപ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപ ജോസഫ്, BPO അപർണ നാരായണൻ, മുൻ എച്ച്എമായിട്ടിരുന്നതായ ഗോപാലകൃഷ്ണൻ സാറ്, ഗീത ടീച്ചർ, അജീഷ്, സുജാത രാഘവൻ ആശുപത്രി, വിനീഷ് BRC കോർഡിനേറ്റർ, എല്ലാവരെയും ഈ സമയത്ത് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. 2025-26 ഗവൺമെന്റ് LP സ്കൂൾ കഞ്ഞിക്കുഴി 53ാം വാർഷിക റിപ്പോർട്ട്. മാന്യരെ, കഞ്ഞിക്കുഴി എന്ന കുടിയാത്തി ഗ്രാമത്തിലേക്ക് അറിവിന്റെ അക്ഷരദീപം തെളിയിച്ച 1973 സ്ഥാപിതമായ ഗവൺമെന്റ് LP സ്കൂൾ കഞ്ഞിക്കുഴി ഇന്ന് 53ാം സ്കൂൾ വാർഷികം ആഘോഷിക്കുകയാണ്. നാടിന്റെ പുരോഗതിക്ക് നല്ലൊരു വിദ്യാലയം അനിവാര്യമാണെന്ന് മനസ്സിലാക്കി മനോഹരമായ ഈ വിദ്യാലയത്തിന് അടിത്തറപാകിയ എല്ലാ പൂർവികരെയും അനുസ്മരിച്ചുകൊണ്ട് 2025-26 അധ്യയന വർഷത്തെ വാർഷിക റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. 2025 ജൂൺ 2-ാം തീയതി പ്രവേശനോത്സവത്തോടെ ഈ അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 1ാം ക്ലാസ്സിലേക്കും പ്രീ പ്രൈമറിയിലേക്കും വന്ന കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി, കിരീടമണിയിച്ചു, മധുരപലഹാരങ്ങൾ നൽകി വിദ്യാലയത്തിലേക്ക് സ്വാഗതം ചെയ്തു. ടോസ് അക്കാദമിയുടെ MD ശ്രീമതി മരിയ കുര്യൻ എല്ലാ കുട്ടികൾക്കും സ്കൂൾ ബാഗ് സമ്മാനിച്ചു. അതോടൊപ്പം തന്നെ മറിയാം ടീച്ചർ കുട്ടികൾക്ക് ബോക്സും അതിനുവേണ്ടുന്നതായ എല്ലാ ഉപകരണങ്ങളും നൽകുകയുണ്ടായി. PTA അംഗങ്ങളുടെയും രക്ഷിതാക്കളുടെയും സജീവ സാന്നിധ്യവും സഹകരണവും അന്നേ ദിവസം ഉണ്ടായിരുന്നു. ഈ അധ്യയന വർഷം പ്രീ പ്രൈമറിയിൽ 21 കുട്ടികളും, 1ാം ക്ലാസ്സിൽ 6 കുട്ടികളും, 2ാം ക്ലാസ്സിൽ 1 കുട്ടിയും, 3ാം ക്ലാസ്സിൽ 2 കുട്ടികളും ചേർന്നു. ഇപ്പോൾ 51 കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. ശ്രീമതി ജസ്മോൾ ടീച്ചർ ഹെഡ്മിസ്ട്രസ്സായും, ശ്രീ ജിനീഷ് ജോർജ്, ശ്രീ അമൽ PV, ശ്രീമതി സുധി M പ്രസാദ് എന്നിവർ LPSC-ആയും, ശ്രീമതി PUV പ്രീ പ്രൈമറി അധ്യാപികയായും സേവനമനുഷ്ഠിച്ചു വരുന്നു. ശ്രീമതി സിന്ധു നാസൻ PTC-യുമായും, ശ്രീമതി ലത അനിൽകുമാർ പ്രീ പ്രൈമറി ആയായും സേവനം ചെയ്തു വരുന്നു. പാചക തൊഴിലാളിയായിരുന്ന ശ്രീമതി ജിൻസി 2025 മെയ് മാസത്തിൽ ജോലിയിൽ നിന്നും പിരിഞ്ഞു പോവുകയും പകരം 2025 ജൂൺ 2 മുതൽ ശ്രീമതി അഞ്ജലി ചന്ദ്രനെ പാചക തൊഴിലാളിയായി നിയമിക്കുകയും ചെയ്തു. 2025 നവംബർ 4 മുതൽ 2026 ഫെബ്രുവരി 28 വരെ അധ്യാപകനായ ദിനേശ് ജോർജ് BLO ഡ്യൂട്ടിയിൽ പ്രവേശിക്കുകയും ഈ കാലയളവിൽ ശ്രീമതി ഫൗസിയ KHനെ ദിവസവേതനത്തിൽ അധ്യാപികയായി നിയമിക്കുകയും ചെയ്തു. PTA പ്രവർത്തനങ്ങൾ. ഏതൊരു വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലൊരു PTA ഉണ്ടായിരിക്കണം. നമ്മുടെ വിദ്യാലയത്തിലും വളരെ മികച്ച ഒരു PTA കമ്മിറ്റിയുണ്ട്. 15 അംഗ PTA കമ്മിറ്റി 19/6/2025 ചേർന്ന പൊതുയോഗത്തിൽ തിരഞ്ഞെടുക്കുകയും ശ്രീമതി സിൽവിയ ജോസ് PTA പ്രസിഡന്റായും, ശ്രീമതി ഷൈനി രോഗി PTA വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇവരുടെ സജീവമായ നേതൃത്വം PTA കമ്മിറ്റിയുടെ സഹകരണത്താൽ സ്കൂളിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടപ്പിലാക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്തു പോകുന്നു. MBTA 19/6/2025 ചേർന്ന പൊതുയോഗത്തിൽ വെച്ച് തന്നെ 5 അംഗ MBTA കമ്മിറ്റി തിരഞ്ഞെടുത്തു. ശ്രീമതി അലൻസി അഡീഷണൽ പ്രസിഡന്റായും, ശ്രീമതി അഞ്ജലി ചന്ദ്രനെ MBTA വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുത്തു. വളരെ ശക്തമായ ഒരു MBTA നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നു. സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും MBTയുടെ എല്ലാവിധ സഹകരണങ്ങളും ലഭിച്ചു വരുന്നു. SRG ഒരു സ്കൂളിന്റെ അക്കാദമിക് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് വേണ്ട ആസൂത്രണങ്ങൾ നടത്തുന്നതും SRG-യിലാണ്. ക്ലാസ് മുറിയിൽ അധ്യാപകരും കുട്ടികളും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ഓരോ ആഴ്ചയിലും കുട്ടികൾ നേടേണ്ട ശേഷികളുടെ അടിസ്ഥാനത്തിൽ പാഠാസൂത്രണം നടത്തുന്നതിനും SRG യോഗം സഹായിക്കുന്നു. SRG കൺവീനർ സുധി M പ്രസാദിന്റെ നേതൃത്വത്തിൽ ആഴ്ചയിലൊരിക്കൽ SRG യോഗം ചെയ്യുകയും റിവ്യൂ നടത്തുകയും ചെയ്തു വരുന്നു. കുട്ടികളുടെ പഠന നിലവാരം നിരന്തര വിലയിരുത്തുന്നതിലൂടെയും ടേം വിലയിരുത്തുന്നതിലൂടെയും അളക്കാൻ കഴിയുന്നത് ക്ലാസ് PTA-യിലൂടെയാണ്. കുട്ടികളുടെ പഠന നിലവാരവും പഠന പുരോഗതിയും രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തുന്നതിനായി നിശ്ചിത ഇടവേളകളിൽ ക്ലാസ് PTA നടത്തി വരുന്നു. ദിനാചരണങ്ങൾ. ലോക പരിസ്ഥിതി ദിനം, വായനാ ദിനം, ബഷീർ ദിനം, സ്വാതന്ത്ര്യ ദിനം, കർഷക ദിനം, ഓണാഘോഷം, ശിശുദിനം,
ക്രിസ്മസ് ആഘോഷം കൂടാതെ മറ്റു ദിനങ്ങളും ഞങ്ങൾ സമയബന്ധിതമായി ആചരിച്ചു പോരുന്നു. മേളകൾ: ഉപജില്ലാ കായികമേള. SNVSSS NRCTയിൽ വെച്ച് നടന്ന അടിമാലി ഉപജില്ലാ കായികമേളയിൽ 6 കുട്ടികൾ പങ്കെടുത്തു. 4ാം ക്ലാസ് വിദ്യാർത്ഥിനി അലങ്കൃത രാജേഷിന് ലോങ് ജമ്പിൽ സെക്കൻഡ് പ്രൈസ് ലഭിച്ചു. ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേള. പൂപ്പൻപാറ ഫാത്തിമ മാതാ സ്കൂളിൽ വെച്ച് നടന്ന ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിൽ 15 കുട്ടികൾ വിവിധ ഇനങ്ങളിൽ പങ്കെടുത്ത എല്ലാ ഇനങ്ങൾക്കും A ഗ്രേഡ് ലഭിക്കുകയും ചെയ്തു. ഉപജില്ലാ കലോത്സവം. പാർത്തോട് സെന്റ് ജോർജ് HSS വെച്ച് നടന്ന അടിമാലി ഉപജില്ലാ കലോത്സവത്തിൽ 14 കുട്ടികൾ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും A ഗ്രേഡ് ലഭിച്ചു. സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി വളരെ നല്ല രീതിയിൽ നടത്തുവാൻ ഈ വർഷവും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും 2 കൂട്ടം കറികൾ ഉൾപ്പെടുത്തി ഉച്ചഭക്ഷണം നൽകി വരുന്നു. ആഴ്ചയിൽ 2 ദിവസം പാലും 1 ദിവസം മുട്ടയും നൽകി വരുന്നു. ന്യൂൺമെൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം മെനു തയ്യാറാക്കി ശ്രീമതി അഞ്ജലി ചന്ദ്രൻ മികച്ച രീതിയിൽ പാചകം ചെയ്ത് കുട്ടികൾക്ക് നൽകുന്നു. സ്കൂൾ പച്ചക്കറി തോട്ടം. വിഷരഹിതമായ പച്ചക്കറികൾ കുട്ടികൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ചേർന്ന് പച്ചക്കറി തോട്ടം തയ്യാറാക്കി പരിപാലിച്ചു വരുന്നു. കഞ്ഞിക്കുഴി കൃഷിഭവന്റെ സഹായ സഹകരണങ്ങൾ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. പയർ, തക്കാളി, ചീര, വെണ്ട, വഴുതന, പച്ചമുളക് എന്നിവ നമ്മുടെ തോട്ടത്തിൽ പരിപാലിക്കുന്നു. കൂടാതെ കപ്പ കൃഷിയും ചെയ്തിട്ടുണ്ട്. നെൽകൃഷി കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിനായി വലിയ പ്ലാസ്റ്റിക് ചെടിമണ്ണ് നിറച്ച് നെൽവിത്തുകൾ വിധിക്കുകയും അവ മുളച്ചു വളർന്ന് അതിലിട്ട് ഏകദേശം വിളഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. സ്കൂൾ സുരക്ഷ. സ്കൂൾ സുരക്ഷയുടെ ഭാഗമായി പഴയ വൈദ്യുതി മീറ്റർ മാറ്റി പുതിയ മീറ്റർ സ്ഥാപിച്ചു. സ്കൂൾ മുറ്റത്തിനടുത്തും പ്രീ പ്രൈമറി കെട്ടിടത്തിനടുത്തും സ്ഥിതി ചെയ്യുന്ന 2 ആമ്പൽ കുളങ്ങളുടെ ചുറ്റിലും കമ്പിവേലി നിർമ്മിച്ചു. മലിനജലം ഒഴുകി കഴിയുന്നതിനായി കുഴി ഒഴിച്ച് റിങ് ഇറക്കി സ്ലാബ് വെച്ച് മൂടി. വിദ്യാലയ പരിസരം രക്ഷിതാക്കളുടെ സഹായത്തോടെ എപ്പോഴും വൃത്തിയായി സൂക്ഷിച്ചു പോരുന്നു. ചുറ്റുനിന്നായ മരങ്ങൾ വെട്ടി മാറ്റുകയും ചെയ്തു. എൻഡോമെന്റുകൾ. പാഠ്യേതര മേഖലകളിലെ മികവുറ്റ പ്രകടനങ്ങൾക്ക് കുട്ടികൾ പ്രോത്സാഹനം നൽകുന്നതിന് വിവിധ എൻഡോമെന്റുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികൾക്കായി ഈ സ്കൂളിലെ മുൻ ഹെഡ്മാസ്റ്റർ P. ഗോപാലകൃഷ്ണൻ സാർ ഏർപ്പാടാക്കിയിരിക്കുന്ന എൻഡോമെന്റും കളിയിൽ മിടുക്കനായ കുട്ടിക്ക് ശ്രീ ബിനു അരീക്കൽ ഏർപ്പെടുത്തിയ എൻഡോമെന്റും സ്പോർട്സിൽ മിടുക്കനായ കുട്ടിക്ക് ശ്രീ ബൈജു അരീക്കൽ ഏർപ്പെടുത്തിയ എൻഡോമെന്റും നൽകി വരുന്നു. എൻഡോമെന്റുകൾ ഏർപ്പെടുത്തിയവരെ നന്ദിയോടെ സ്മരിക്കുന്നു. സ്കൂൾ വിനോദയാത്ര. ക്ലാസ് മുറിയിലെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല പഠനം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ഈ വർഷവും ഒരു ദിവസത്തെ പഠനയാത്ര എറണാകുളത്തേക്ക് സംഘടിപ്പിച്ചു. കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും അടങ്ങുന്ന സംഘം 16/1/2026 രാവിലെ 5 മണിക്ക് യാത്ര പുറപ്പെട്ടു. നെടുമ്പാശ്ശേരി വിമാനത്താവളം, കൊച്ചി മെട്രോ, ബോട്ടിംഗ്, ബീച്ച്, പാർക്ക് ഇവയെല്ലാം പഠനയാത്രയിലെ പ്രധാന ആകർഷകമായി വരുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ അറിവും വിനോദവും പകരുന്ന യാത്രയായിരുന്നു എന്നതിൽ സംശയമില്ല. SSK ഇടപെടൽ. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ SSKയുടെ നിരന്തരമായ ഇടപെടലുകൾ നടന്നു വരുന്നു. SSKയുടെ ആഭിമുഖ്യത്തിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും സൗജന്യ പാഠപുസ്തകം, യൂണിഫോം എന്നിവ നൽകി വരുന്നു. ഇതുകൂടാതെ മറ്റു പല ഗ്രാന്റുകളും നമുക്ക് ലഭിച്ചു വരുന്നു. അധ്യാപകർക്ക് സമയബന്ധിതമായി പരിശീലനങ്ങൾ ലഭിച്ചു വരുന്നു. അടിമാലി വിയാസിൽ നിന്നുള്ള എല്ലാവിധ പഠന പിന്തുണയും സാമ്പത്തിക സഹായവും നമുക്ക് ലഭിച്ചു വരുന്നു. പഞ്ചായത്ത് ഇടപെടലുകൾ. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. മുൻവർഷം നമുക്ക് വലിയ തുക പഞ്ചായത്തിൽ നിന്നും സഹായമായി ലഭിക്കുകയുണ്ടായി. ഈ വർഷവും 2.25 ലക്ഷം രൂപ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനും വാഷിംഗ് ഏരിയ ടൈലിടുന്നതിനും ലഭിക്കുകയുണ്ടായി. ഇതിനുവേണ്ടി പ്രയത്നിച്ച വാർഡ് മെമ്പറെയും മറ്റ് പഞ്ചായത്ത് അംഗങ്ങളെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഇന്ന് കാണുന്ന തരത്തിൽ ഈ സ്കൂളിനെ മാറ്റാൻ പരിശ്രമിച്ച നിരവധി വ്യക്തിത്വങ്ങൾ ഉണ്ട്. അവരുടെ എല്ലാം പ്രയത്നമാണ് നമ്മുടെ ഈ സ്കൂൾ. ഇപ്പോൾ മനോഹരമായ ക്ലാസ് മുറികളും മുറ്റവും പരിസരവും നമ്മുടെ വിദ്യാലയത്തിനുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ എല്ലാവിധ പുരോഗതിയിലും നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകി പോരുന്ന വിദ്യാഭ്യാസ വകുപ്പിനും അതിന് ചുക്കാൻ പിടിക്കുന്ന അടിമാലി AO ശ്രീമതി ആനിമ ജോർജ്, VPC അപർണ നാരായണൻ എന്നിവരെയും നമ്മുടെ സ്കൂളിന്റെ പുരോഗതിക്ക് വേണ്ടി സാമ്പത്തിക സഹായം നൽകി വരുന്ന കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് സമിതിയെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. കൂടാതെ PTA കമ്മിറ്റി അംഗങ്ങൾ, MPT അംഗങ്ങൾ, രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, അധ്യാപകർ, അനധ്യാപകർ എന്നിവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. സ്കൂളിന്റെ എല്ലായിടത്തിലുമുള്ള പുരോഗതിക്കായി നിങ്ങളുടെ എല്ലാവരുടെയും
സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. വാർഷിക ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കോമൺ ടീച്ചർ, എൻഡോമെന്റ് വിതരണം സന്ദേശവും നൽകാനായി ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീ സോയിമോൻ സണ്ണി, ജസ്മോട്ടിക്കുന്ന ആദരവ് സന്ദേശവും നൽകുന്ന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ദീപ ജോസഫ്, മുഖ്യപ്രഭാഷണം നടത്തുന്ന എത്തിയിരിക്കുന്ന ശ്രീമതി ആനിയമ്മ ജോർജ്, എഇഒ, യാത്രയയപ്പ് സന്ദേശം നൽകാൻ ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീമതി അപർണ നായർ, ആശംസകൾ അറിയിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീ ഗോപാലകൃഷ്ണൻ സാർ, ശ്രീമതി ഗീത ടീച്ചർ, MPTA പ്രസിഡന്റ് അരുൺ സി, മുൻ PTA പ്രസിഡന്റ് സുജാത ചേച്ചി, ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സുദീർഘമായ സേവനത്തിന് ശേഷം തൻ്റെ അധ്യാപക കർമ്മഭാഗത്തിൽ നിന്നും വിരമിക്കുന്ന ഗസ്റ്റ് ടീച്ചർ, സ്കൂളിൻ്റെ ഊർജ്ജമായ അധ്യാപകരെ, PTA അംഗങ്ങളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ ഈ നാടിൻ്റെ അഭിമാനമായ ഈ സ്കൂളിൻ്റെ 53ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് അറിവിൻ്റെ അഗ്നി പകർന്നു കൊടുത്ത സ്കൂളാണിത്. നമ്മുടെ കുട്ടികൾ പാഠ്യേതര വിഷയങ്ങളിൽ മാത്രമല്ല കലാരംഗത്തും കായിക രംഗത്തും മികച്ച വിജയങ്ങൾ കൈവരിക്കുന്നുണ്ട്. അതിന് പ്രയത്നിക്കുന്ന ഹെഡ്മാസ്റ്ററിന്റെ നേതൃത്വത്തിലുള്ള സന്നദ്ധരായ അധ്യാപകരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. അധ്യാപകരുടെയും രക്ഷകർത്താക്കളെയും കൂട്ടായ പ്രവർത്തനമാണ് സ്കൂളിനെ മുന്നോട്ട് നയിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ ഗസ്റ്റ് ടീച്ചർ നമ്മുടെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ്. നമ്മളെ എപ്പോൾ കണ്ടാലും മക്കളെ എന്ന് മാത്രം വിളിച്ചുകൊണ്ട് നമ്മൾ ഒരു പൊതുപ്പണിക്ക് വന്നാൽ പോലും നമ്മുടെ ഒപ്പം നിന്നുകൊണ്ട് പണിയുന്ന നമ്മുടെ ടീച്ചർ സുദീർഘമായ സേവനം കഴിഞ്ഞ ഏപ്രിൽ മാസം 30-ാം തീയതി വിരമിക്കുകയാണ്. ടീച്ചറിന്റെ ജീവിതത്തിൽ എല്ലാവരും നന്മകളും ഐശ്വര്യങ്ങളും നിറഞ്ഞ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇതിനുവേണ്ടി ശ്രീമതി കോമൺ ടീച്ചറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ ശ്രീമതി സിൽവിയ ജോസ്, എൻ്റെ പ്രിയ സഹപ്രവർത്തകൻ വൈസ് പ്രസിഡന്റ് സോയിമോൻ സണ്ണി, ശ്രീമതി ദീപ ജോസഫ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ശ്രീമതി അപർണ നാരായണൻ, എൻ്റെ പ്രിയ സഹപ്രവർത്തക ദീപ ടീച്ചർ, ഗോപാലകൃഷ്ണ സാറ്, പിന്നെ സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രിയ ജെസി ടീച്ചർ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ രക്ഷിതാക്കളെ, അധ്യാപകരെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ ഈ വാർഷിക ആഘോഷിക്കുമ്പോൾ നമുക്ക് 2 മാനസികാവസ്ഥയാണുള്ളത്. ഒന്നൊരു സന്തോഷത്തിൻ്റെയും ഒന്നൊരു ചെറിയ സങ്കടത്തിൻ്റെയും. സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ വാർഷിക ആഘോഷമാണ്. ആഘോഷം എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവം തന്നെയാണ്. ഈ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 1ാമത്തെ സ്കൂളാണ് നമ്മുടെ ഈ സ്കൂള്. അതിൽ നിന്ന് ഇന്നത്തെ നിലയിലേക്ക് എത്തിയത് ഒരുപാട് പേരുടെ പരിശ്രമ ഫലമാണെന്ന് ടീച്ചർ റിപ്പോർട്ടിൽ പറയുകയുണ്ടായി. വളരെ മികച്ച അധ്യാപകരാണ് ഇവിടെയുള്ളത്. നന്നായി കഠിനാധ്വാനം ചെയ്യുന്ന ആത്മാർത്ഥതയുള്ള ഒരു കൂട്ടം അധ്യാപകരുടെയും കൂടി ശ്രമഫലമാണ് ഇന്ന് സ്കൂൾ ഇന്നത്തെ നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപാട് പാഠ്യേതര പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറഞ്ഞു. മികച്ച സ്കൂൾ തന്നെയാണ്. കുറച്ച് കുട്ടികളെ ഉള്ളെങ്കിൽ പോലും വളരെയധികം സമ്മാനങ്ങൾ ഇവിടെ വാരിക്കൂട്ടുവാൻ സാധിച്ചിട്ടുണ്ട്. ഈ സ്റ്റേജിൽ തന്നെ ഒരുപാട് സമ്മാനങ്ങൾ ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ കുട്ടികളുടെ മികവുകൾ തന്നെയാണ്. ആ മികവുകൾക്ക് മുന്നിൽ പ്രവർത്തിച്ചത് ഇവിടുത്തെ അധ്യാപകരും പ്രിയപ്പെട്ട രക്ഷിതാക്കളുമാണ്. അവരെ ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. പിന്നെ സങ്കടം എന്ന് പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട ജെസി ടീച്ചർ 29 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. ടീച്ചറിനെ എനിക്ക് നേരത്തെ അറിയാം. ഞങ്ങൾ ട്രെയിനിങ്ങിനൊക്കെ അടിമാലിക്ക് പോകുമ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ടീച്ചറിൻ്റെ ചേച്ചി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയാണ്. ഞങ്ങൾ അയൽവാസിയാണ്. അങ്ങനെ ടീച്ചറിനെ കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ എനിക്കറിയാവുന്നതുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിൽ ചെയ്യുകയുണ്ടായി എന്ന് സ്വാഗതം പറഞ്ഞ് സാറ് പറഞ്ഞു. ഒരുപാട് ടീച്ചർ എന്നുള്ളൊരു പദവി വിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ മനസ്സുള്ള ഒരു ടീച്ചറാണ്. അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ടീച്ചറിൻ്റെ വിശ്രമ ജീവിതം ഏറ്റവും സന്തോഷകരമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.
ഈ ഭരണസമിതി ചുമതല ഏറ്റപ്പോൾ തന്നെ ടീച്ചർ ആദ്യം പറഞ്ഞ ഒരു ആവശ്യം ഒരു സ്കൂൾ ബസ്സിൻ്റെ ആവശ്യമായിരുന്നു. ഇതിനു മുമ്പ് പലതവണ ടീച്ചർ ശ്രമിച്ചിട്ടുണ്ട് ഒരു സ്കൂൾ ബസ്സിന് വേണ്ടി, പക്ഷേ സാധിച്ചിട്ടില്ല. ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും എനിക്ക് പെൻഷൻ പദ്ധതിയിൽ പോകുന്നതിന് മുമ്പായിട്ട് ഒരു സ്കൂൾ ബസ് സംഘടിപ്പിച്ച് തരാൻ സഹായിക്കാമോ എന്ന് ചോദിച്ചാൽ ആദ്യം വന്നത്. നമ്മുടെ പ്രിയപ്പെട്ട MP അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചറോട് ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ ഭരണസമിതി എന്തായാലും അതിനു വേണ്ടി പ്രവർത്തിക്കും. വലിയ താമസമില്ലാതെ അടുത്ത വർഷം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി തീർച്ചയായിട്ടും പരിശ്രമിക്കും. ടീച്ചറിന് ആ ഒരു ആശ്വാസത്തിൽ ഇവിടെ പെൻഷൻ പറ്റി പോകാമെന്ന് പറയുകയാണ്. അപ്പോൾ ടീച്ചറിൻ്റെ വിശ്രമ ജീവിതം സന്തോഷകരവും ആനന്ദകരവുമായിരിക്കാൻ ആശംസിച്ചുകൊണ്ടും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും വാർഷികത്തിൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ടും ഈ തരംഗം 2026 വാർഷികാഘോഷം എല്ലാവരുടെയും അനുമതിയോടുകൂടി ഞാനിവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിതരണവും സന്ദേശവും നൽകുകയും വൈസ് പ്രസിഡന്റ് സോയിമാൻ തന്നെ തരംഗം 2026 വാർഷികാഘോഷ സമ്മേളനവും യാത്രയയപ്പ് ചടങ്ങിൻ്റെയും അധ്യക്ഷ ഏറെ ബഹുമാനപ്പെട്ട PTA കമ്മിറ്റിയുടെ പ്രസിഡന്റ് സിൽവി ജോസ്, ഈ ആഘോഷം കൂടെ ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കോമൺ ടീച്ചർ, ഏറെ പ്രിയപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ദീപ ജോസഫ്, ഏറെ ബഹുമാനപ്പെട്ട 29 വർഷത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം ഈ സ്കൂളിൽ നിന്നും പടിയിറങ്ങുന്ന ഏറെ പ്രിയപ്പെട്ട ജെസിമോൾ ടീച്ചർ, ഏറെ പ്രിയപ്പെട്ട അധ്യാപകരെ, ഏറെ പ്രിയപ്പെട്ട കുഞ്ഞനിയന്മാരെ, അനിയത്തിമാരെ, മാതാപിതാക്കളെ,
നമ്മളെ സംബന്ധിച്ച് നമ്മളിന്ന് വലിയ സന്തോഷത്തിലാണ്. നമ്മുടെ സ്കൂളിൻ്റെ വാർഷിക ആഘോഷ ചടങ്ങ് ഇവിടെ നടക്കുകയാണ്. ഈ കുഞ്ഞനുജന്മാരും അനുജന്മാർക്കും നല്ല വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന നല്ല അധ്യാപകരുള്ള ഒരു സ്കൂളാണ്. നമ്മളെ സംബന്ധിച്ച് ഈ നാട്ടിലെ ഉന്നത തലങ്ങളിൽ പ്രവർത്തിക്കുന്ന പല വ്യക്തിത്വങ്ങളും ഈ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ, ആദ്യ വിദ്യാഭ്യാസം നേടി പഠിച്ചിറങ്ങിയ ആളുകളാണ്. ഒരു കാലത്ത് നൂറുകണക്കിന് കുട്ടികളുണ്ടായിരുന്ന ഈ സ്കൂളിൽ നിന്ന് 50ഓളം കുട്ടികളായി ചുരുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. കേരളത്തിനകത്തുള്ള എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഇന്ന് ഈ സ്ഥിതി തുടരുകയാണ്. സ്കൂളുകളിലും കോളേജുകളിലും ഒന്നും കുട്ടികളില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാടിനെ തന്നെ പിടിച്ചു നിർത്തുന്ന, ഈ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയിലും സമസ്ത മേഖലകളിലും ഉണ്ടാകുന്ന പോരായ്മകളിലേക്ക് ഈ കുട്ടികളുടെ എണ്ണത്തിൻ്റെ കുറവും, ഒരുപക്ഷെ ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരായ ആളുകൾ എല്ലാവരും തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നുപോയി അവിടെ സ്ഥിരതാമസമാക്കുന്നത് മൂലം ഉണ്ടാകുന്ന വലിയ പ്രതിസന്ധികൾ ഇന്ന് ഈ കേരളമാകമാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ് നമ്മുടെ നാട്ടിലും ഇതുപോലെ നൂറുകണക്കിന് 200-200-200-ലധികം കുട്ടികളുണ്ടായിരുന്ന പല സ്കൂളുകളിൽ നിന്ന് 50ഓളം അല്ലെങ്കിൽ 50-ൽ താഴെ കുട്ടികളിലേക്ക് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ നിലച്ചു പോകുന്ന സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് കുട്ടികളുടെ കുറവുണ്ടായെങ്കിൽ പോലും അതൊന്നും കാര്യമാക്കാതെ ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം ആത്മാർത്ഥമായി ഈ ഗവൺമെൻറ് LP സ്കൂളിലെ അധ്യാപകരും മാതാപിതാക്കളും എല്ലാം കുട്ടികളുടെ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട്. അവരുടെ നല്ല നടത്തിപ്പിന് വേണ്ടി നാളുകളിൽ ഈ നാടിൻ്റെ ഭാവിയുടെ വാഗ്ദാനങ്ങളായി മാറേണ്ട കുട്ടികളാണ് ഈ ഇരിക്കുന്നവരെന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടി തന്നെ അവരുടെ നല്ല വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അവരെ സമൂഹത്തിൻ്റെ ഉന്നത പദവികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അഹോരാത്രം ആത്മാർത്ഥമായി പണിയെടുക്കുന്ന വളരെ ആത്മാർത്ഥതയുള്ള അധ്യാപകരാണ് നമ്മുടെ ഈ സ്കൂളിലുള്ളത്. നാളുകളിൽ ഈ സ്കൂളിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാവിധ സഹായവും സഹകരണങ്ങളും ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകാൻ ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതി വളരെ ആത്മാർത്ഥമായി തന്നെ ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ടുകളൊക്കെ വകയിരുത്തുന്നതിൽ, ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനൊക്കെ വേണ്ടി ആത്മാർത്ഥമായി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. വരുന്ന ആളുകളിലും വളരെ ആത്മാർത്ഥമായി തന്നെ ഈ സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാവിധ ഇടപെടലുകളും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മളെ സംബന്ധിച്ച് ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ നാടിന് തന്നെ ഏറെ അഭിമാനമായി ഈ നാട്ടിലെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയൊക്കെ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് വളരെ വേഗത്തിൽ സമീപിക്കാവുന്ന ഒരു ഗവൺമെൻറ് സ്കൂളാണ്. നമ്മളെ സംബന്ധിച്ച് ഈ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോയാൽ മാത്രമാണ് ഭാവിയിലേക്ക് കുട്ടികൾ നമ്മുടെ സ്കൂളുകളിലേക്ക് കടന്നു വരികയുള്ളൂ. പക്ഷേ അതിനൊക്കെ ആത്മാർത്ഥമായ സ്കൂളിലെ HM മറ്റധ്യാപകരും വന്ന് കാലാകാലങ്ങളായി മാറി മാറി വരുന്ന ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളൊക്കെ ആത്മാർത്ഥമായി ഇടപെടൽ നടത്തുന്നുണ്ട്. നമുക്ക് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ഈ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ മിടുക്കന്മാരും മിടുക്കുകളുമായ കുട്ടികളുടെ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരുടെ കലാപരമായും കായികപരമായുള്ള കഴിവുകളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നാളുകളിൽ ഈ നാടിനെ നയിക്കേണ്ടവരായി അവരെ വളർത്തിയെടുത്തുകൊണ്ട് മുൻപോട്ട് പോകുന്നതിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി തന്നെ മുൻപോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് 29 വർഷത്തെ സേവനത്തിന് ശേഷം നമ്മുടെ ഈ സ്കൂളിൽ നിന്നും സർവീസിൽ നിന്നും തന്നെ വിരമിക്കുന്ന നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട ജെസ്സി ടീച്ചർ, നമ്മെ സംബന്ധിച്ച് 29 വർഷക്കാലം ഒരു അധ്യാപക ഒരു സ്കൂളിൽ പഠിപ്പിച്ച് ആ അധ്യാപകയുടെ വിദ്യാഭ്യാസം കാലഘട്ടത്തിൽ അവരെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി നല്ല വിദ്യാഭ്യാസം നൽകി ഈ നാട്ടിലേക്ക് പറഞ്ഞയച്ച വിദ്യാർത്ഥികളിൽ പലരും ഇന്ന് ഉന്നത സ്ഥാനങ്ങളിലുണ്ട്. അതുപോലെ തന്നെ ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരകളിൽ നിന്ന് പ്രവർത്തിക്കുന്നവരുണ്ട്. രാഷ്ട്രീയപരമായി ഉന്നത സ്ഥാനങ്ങളിലെത്തിയ ആളുകളുണ്ട്. അതുപോലെ തന്നെ വളരെ മികച്ച രീതിയിൽ നാടിനെ നയിക്കേണ്ട ആളുകളാക്കി പല കുട്ടികളെയും വളർത്തി വലുതാക്കി വിടുന്നതിന് ആത്മാർത്ഥമായി പങ്കുവഹിച്ച ഒരു അധ്യാപികയാണ്. അവരെ സംബന്ധിച്ച് 29 വർഷക്കാലം നിരവധിയായ ചെറുപ്പക്കാർക്ക് നല്ല വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അവരെ ഈ സമൂഹത്തിലേക്ക് കടത്തിവിടുന്നതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം കഴിഞ്ഞുപോയ മാറി മാറി വന്ന സ്കൂളുകളിലെല്ലാം വളരെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ആ സ്കൂളിൻ്റെ എല്ലാ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നതിനൊക്കെ ആത്മാർത്ഥമായി ശ്രമിച്ച ഒരു വ്യക്തിത്വമാണ്. 29 വർഷക്കാലത്തെ ടീച്ചറുടെ സുത്യർഹമായ സേവനം നമ്മളെല്ലാവരും അനുഭവിച്ചതാണ്. ഈ നാട്ടിൽ നിരവധിയായ ചെറുപ്പക്കാർ അനുഭവിച്ചതാണ്. അദ്ദേഹം ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ചടങ്ങ്, നമ്മളുടെ അനുമോദന ചടങ്ങ് നമ്മളോട് കൊടുക്കുകയാണ്. യാത്രയപ്പ് സമ്മേളനം കൂടിയാണ് നമ്മൾ ഈ സമ്മേളനത്തിൽ നടത്തുന്നത്. അദ്ദേഹത്തിന് ഈ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതം വളരെ മികച്ച രീതിയിൽ ഈ നാടിനും നാട്ടുകാർക്കും വേണ്ടി ഈ നാടിൻ്റെ എല്ലാവിധ വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ കഴിവും ബുദ്ധിയും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിനായി ഈ നാടിനും നാട്ടുകാർക്കും വേണ്ടി ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ട്
മുൻപോട്ട് പോകാൻ ടീച്ചറിനും സർവേശ്വരനും എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ആഘോഷ ചടങ്ങിലേക്ക് കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വാർഷികാഘോഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ വർഷത്തെ പ്രൊഫഷൻസി പ്രൈസുകൾ വിതരണം ചെയ്യുകയാണ്. പ്രീ പ്രൈമറി വിഭാഗത്തിൽ നിന്ന് പ്രതിഷ പ്രവീൺ. പേര് വിളിക്കുന്ന കുട്ടികൾ ക്രമമായിട്ട് കടന്നു വരിക, അവർക്കുള്ള സമ്മാനങ്ങൾ വാങ്ങാം. പ്രീ പ്രൈമറി വിഭാഗം LKG UKG വിഭാഗങ്ങളിൽ നിന്ന് പ്രതിഷ പ്രവീൺ, ഫരിയ ഖത്തൂർ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ്. അവൾ നന്നായിട്ട് മലയാളം പറയും, നല്ല ഡാൻസറുമാണ്. ഞങ്ങളൊക്കെ ഡാൻസ് പഠിക്കുന്ന ആളൊക്കെയാണ്. ദിയ ദിലീപ് ക്ലാസ് 1. ആൻമി അജീഷ് സ്റ്റാൻഡേർഡ് 2. അഭിനന്ദന പ്രശാന്ത് സ്റ്റാൻഡേർഡ് 3. ആർജിത് രാജേഷ് സ്റ്റാൻഡേർഡ് 4. സബ് ജില്ലാ സ്പോർട്സ് മത്സരത്തിൽ സെക്കൻഡ് പ്രൈസ് നേടിയ അലങ്കൃത രാജേഷ്. താങ്ക് യു സോയ്മോൻ. സമ്മാനപ്രായ എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. സ്പീക്കറിന് ആദരവും സന്ദേശവും നൽകുന്നതിന് വേണ്ടി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ദീപ. തരംഗം 2026 നമ്മുടെ ആളുകളുടെ അധ്യക്ഷയും PTA പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട CK ജോസ്, നമ്മുടെ വാർഷിക പദ്ധതി ആനുവലിന്റെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് കോമളം ടീച്ചർ, നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് എൻഡോമെന്റ് വിതരണം നടത്തിയ സോയിമോൻ സണ്ണി, നമ്മുടെ പ്രിയപ്പെട്ട HM ജെസ് ടീച്ചർ, നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്താൻ ക്ഷണിച്ചിരിക്കുന്ന AEO അടിമാലി, യാത്രയുടെ സന്ദേശം നൽകുന്ന ബഹുമാനപ്പെട്ട ശ്രീമതി അപർണ നാരായണൻ BBC അടിമാലി, നമുക്ക് ആശംസകൾ നൽകാനായി വേദിയിലെത്തിയിരിക്കുന്ന മുൻ ഹെഡ് മാസ്റ്റർ പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണൻ സാറ്, ഗീത ടീച്ചർ, അന്നം PJ, ജ്യോതിഷ് MEA, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിപാടി കാണാനാണ് അല്ലേ? ആനുവലിന്റെ ഉദ്ഘാടനം എല്ലാവരും പ്രസംഗമൊന്നും കേൾക്കാനല്ലെന്ന് എനിക്കറിയാം. എന്നാൽ പോലും നമ്മുടെ ബഹുമാനപ്പെട്ട ജെസി ടീച്ചർ 29 വർഷം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച ഒരു ടീച്ചറാണ്. ടീച്ചറിന് ഒരു യാത്രയുടെ സന്ദേശം നൽകുക എന്നുള്ളത് നമ്മൾ ഏറെ ടീച്ചർ അർഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് നമുക്കറിയാം, ഒരു അധ്യാപകന്റെ സ്ഥാനം എന്ന് പറയുന്നത് മാതാപിതാ ഗുരു ദൈവം എന്നുള്ളതാണ്. നമ്മൾ ഓരോ അധ്യാപകരും കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ കണ്ണിൽ നോക്കി വിദ്യ അഭ്യസിപ്പിക്കുന്നു. കുഞ്ഞുങ്ങളാകട്ടെ ഈ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ മുഖത്ത് നിന്നും അവരുടെ ആ വിദ്യാഭ്യാസം ആർജിച്ചെടുത്ത് ജീവിതകാലം മുഴുവനും അവരത് പ്രാവർത്തികമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമുക്കറിയാം, ഒരു കുഞ്ഞിന്റെ സ്വഭാവ രൂപീകരണം അത് ഏറ്റവും അധികം പ്രാവർത്തികമാകുന്നത് LP സ്കൂൾ തലങ്ങളിൽ നിന്നാണ്. ഈ തലത്തിലുള്ള ഈ ഓരോ കുഞ്ഞുങ്ങളെയും നമുക്കറിയാം, ഈ ടീച്ചേഴ്സ് എത്ര ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ മുമ്പേ കാണുകയായിരുന്നു, ഓരോ കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊള്ളുകയും അവിടെ ഇരുത്തുകയും ഓരോ കുഞ്ഞുങ്ങളെയും ഓരോ ബെഞ്ചിന്റെ അറ്റത്ത് ഓരോ ടീച്ചേഴ്സ് ഇരുന്ന് ആ കുഞ്ഞുങ്ങളെ എല്ലാം വളരെ അച്ചടക്കത്തോടെയോ ഡിസിപ്ലിനോട് കൂടി അവരെ ഇരുത്താൻ വേണ്ടി പാടുപെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ മാതാപിതാക്കൾ ഓർക്കുക, കുഞ്ഞുങ്ങളെ പഠിച്ച് മാർക്ക് വാങ്ങാൻ മാത്രമല്ല നമ്മൾ സ്കൂളിലേക്ക് വിടുന്നത്, അവരുടെ മറ്റ് കഴിവുകൾ, അതായത് കലാകായിക കഴിവുകൾ കൂടി വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ മോട്ടിവേറ്റ് ചെയ്യണം.
നിർബന്ധമായും നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്കറിയാം സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ എത്ര വലിയൊരു ദൗത്യമാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവുകളെല്ലാം കണ്ടെത്തി അത് വികസിപ്പിച്ച് വലിയൊരു ആളാക്കി എടുക്കുന്നത് ഓരോ അധ്യാപകരാണ്. ഒരു 70% അധ്യാപകർ വളരെ പങ്കുവഹിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വലിയൊരു നിലയിലാക്കാൻ. അവരുടെ കഴിവുകൾ കണ്ടെത്തി വിദ്യാഭ്യാസം മാത്രമല്ല അവർക്ക് കൊടുക്കുന്നത്. നമുക്കറിയാം മഹാഭാരതത്തിലെ ഒരു ഏറ്റവും വലിയൊരു ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ അധ്യാപകനെന്ന് പറയാം നമ്മുടെ ധനികനായ ശ്രീകൃഷ്ണനെയും ദരിദ്രനായ കുചേലനെയും പഠിപ്പിച്ച സാന്ദീപനി മഹർഷി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ മഹർഷി ഈ ധനികനായ ശ്രീകൃഷ്ണനെയും ദരിദ്രനായ കുചേലനെയും വിവേചനമില്ലാതെ ഒരേ രീതിയിൽ വിദ്യ അഭ്യസിപ്പിച്ചു. അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ റിട്ടയർഡ് ബഹുമാനപ്പെട്ട ജെസ്സി ടീച്ചർ. എനിക്കറിയാം എൻ്റെ കുഞ്ഞിനെയും പഠിപ്പിച്ചതാണ് ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ സാർ. ഇവരൊക്കെ ഈ സാന്ദീപനി മഹർഷിയുടെ ഒരു തലങ്ങളിൽ നിന്നാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് വിട്ടിരിക്കുന്നത്. ഈ ഓരോ കുഞ്ഞുങ്ങളും അവരെവിടെയൊക്കെ ആയിരുന്നാലും ഈ കുഞ്ഞുങ്ങളെല്ലാം അവരുടെ ആ ഹൃദയങ്ങളിൽ ഈ ടീച്ചേഴ്സ്, ഈ ബഹുമാനപ്പെട്ട ഈ ഓരോ അധ്യാപകരും, നമ്മുടെ ജെസ് ടീച്ചർ, നമ്മുടെ ഗോപാലകൃഷ്ണൻ സാറ്, എല്ലാവരും ഓരോ അധ്യാപകരും ഉണ്ടായിരിക്കും. നമുക്കറിയാം, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അധ്യാപകൻ സർവീസിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ അവർക്ക് പബ്ലിക്കിനുള്ളിൽ കിട്ടുന്ന ഒരു അംഗീകാരം മറ്റേതൊരു ഗവൺമെന്റ് സർവീസിലിരിക്കുന്ന ഏതൊരു സർവീസിൽ നിന്നും വിരമിക്കുന്ന ഒരു ഗവൺമെന്റ് എംപ്ലോയിയേക്കാൾ ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ഇപ്പം ഗോപാലകൃഷ്ണൻ സാറിനാണെങ്കിലും അറിയാം, സാറ് ഇവിടെ സിറ്റിയിൽ പോയി നിന്നാൽ സാറ് എന്നൊരു വിളി, അല്ലെ ഇനിയിപ്പോൾ ജെസ്സി ടീച്ചർ ആണെങ്കിലും പുറത്ത് പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിയ ടീച്ചറെ എന്നൊരു വിളി കേൾക്കാം. അത് വേറെ ഒന്നും കൊണ്ടുമല്ല, നിങ്ങൾ കുഞ്ഞുനാൾ പഠിപ്പിച്ചു വിട്ട ഓരോ കുഞ്ഞുങ്ങളും നിങ്ങളെ ഇത് എത്ര വർഷം കഴിഞ്ഞാലും അവർക്ക് ടീച്ചേഴ്സിനെ അറിയാം. അവർ ആ റെസ്പെക്റ്റ്, ആ ഒരു ബഹുമാനം എന്നും അവരുടെ ഉള്ളിലുണ്ടെന്നുള്ളതാണ്. ഞാൻ പറയും, ഓരോ അധ്യാപകരും കത്തി ഒരുങ്ങുന്ന ഓരോ മെഴുകുതിരിയാണെന്ന് പറയാം. ഈ മെഴുകുതിരിയിൽ നിന്ന് മെഴുകുതിരി കത്തുമ്പോൾ ആ ചുറ്റുവട്ടം മുഴുവൻ ഇരുട്ട് നീങ്ങി വെളിച്ചം നൽകുന്നു. അതുപോലെയാണ് ഓരോ അധ്യാപകരും കുഞ്ഞുങ്ങൾക്ക് ആ വിദ്യ അഭ്യസിപ്പിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഓരോ മെഴുകുതിരിയുടെയും വെട്ടം പോലെ അവരുടെ ആ അറിവിൻ്റെ വെട്ടം അത് വളരെ വലുതായിട്ട് ജ്വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ജെസ്സി ടീച്ചർ ഇന്ന് ഇവിടുന്ന് ടീച്ചറിന് യാത്രയപ്പ് നൽകുമ്പോൾ ടീച്ചർ ഒരിക്കലും വിഷമിക്കേണ്ടതാണെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ടീച്ചറിനെ ഏറ്റവും അധികം അഭിമാനിക്കാം. ടീച്ചർ 29 വർഷക്കാലം വിദ്യ അഭ്യസിച്ചു നൽകിയ കുഞ്ഞുങ്ങൾ പല സ്ഥലങ്ങളിൽ, അവർ പല മേഖലകളിൽ ജോലി നേടി ഗവൺമെന്റ് എംപ്ലോയീസായും മറ്റ് വിവിധ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ടാവും. അവരെല്ലാം അവരുടെ മാതാപിതാക്കളുടെയും പ്രാർത്ഥനയും ആ കുഞ്ഞുങ്ങൾ എവിടെയായിരിക്കുന്നു, ഇതുപോലെ ഞാൻ നിൽക്കുന്ന പോലെ തന്നെ ഓരോ സ്റ്റേജുകളിൽ നിൽക്കുമ്പോൾ അവർക്ക് അവർ പറയും, ഒരു ജെസ്സി ടീച്ചർ ഉണ്ടായിരുന്നു, എന്നെ പഠിപ്പിച്ചതാണ്, എന്നെ കുഞ്ഞുനാളിൽ പഠിപ്പിച്ച ജെസ്സി ടീച്ചറുണ്ട്. അവർ പറയുക അതൊക്കെയാണ് ഏറ്റവും വലിയ നമുക്ക് ടീച്ചറിന് അഭിമാനിക്കാവുന്ന ഓരോ കാര്യങ്ങളാണത്. ഇപ്പം ഞാനിവിടെ വന്ന് നിന്ന് പറയുമ്പോൾ എൻ്റെ മോളും 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ സാറ്, രാജേഷ് സാറ്, സാറ്, അന്നൊരു ദീപ ടീച്ചർ ഉണ്ടായിരുന്നു, ഇവരെല്ലാം ഉണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴും അറിയാം, ആ ടീച്ചേഴ്സിനെ എല്ലാം അറിയാം. അതുകൊണ്ട് ഏറ്റവും ബഹുമാനപ്പെട്ട ജെസ്സി ടീച്ചറിനോട് ഞാൻ പറയുന്നു, ഏറ്റവും അഭിമാനത്തോടെ തന്നെ ടീച്ചറിന് ഈ സർവീസിൽ നിന്ന് വിരമിച്ച് മുന്നോട്ട് ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു ജീവിതം ആയിരിക്കും ടീച്ചറിന് ലഭിക്കുന്നതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇവിടെ വിളിച്ച് 2 വാക്ക് പറയാൻ അവസരം തന്ന ഈ മാനേജ്മെന്റിനും ടീച്ചേഴ്സിനും അധ്യാപകർക്കും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രിയ ജെസ്സി ടീച്ചറിനെ പൊന്നാരാനിരിക്കുന്നതായിട്ട് മെമ്പറെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇതേ അവസരത്തിൽ തന്നെ അധ്യാപകരുടെയും അതുപോലെ PTA കമ്മിറ്റി അംഗങ്ങളുടെയും മെമ്മന്റോകൾ ടീച്ചറിന് സമർപ്പിക്കുകയാണ്. ടീച്ചർ ദയവായി മുന്നോട്ട് കടന്നു വന്ന്
അടുത്ത പി ടി എയുടെ വകയായിട്ടുള്ള മൊമെൻറ്റോ പി ടി എ അംഗങ്ങൾ ക്ഷണിക്കുന്നു. വിളക്കിച്ച സാറേ അടുത്തതായി 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അക്ഷര സുരേഷ് ടീച്ചർക്ക് ഒരു സമ്മാനം നൽകുന്നു. മുൻ പി ടി എ പ്രസിഡന്റ് സുജാത രാഘവൻ. രാത്രിയുടെ സന്ദേശം നൽകുന്നതിന് വേണ്ടി അപർണ നായർ GPC അടിമാലി. അപർണ നാരായണൻ. ഏറ്റവും ബഹുമാന്യായ അധ്യക്ഷ ശ്രീമതി സിൽവിയ ജോസ്, നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാന്യായ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളം ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോയിമൻ സണ്ണി അവர்கள், ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപ ജോസഫ് അവர்கள், ഗോപാലകൃഷ്ണൻ സാർ, ഗീത ടീച്ചർ, ജെസി ടീച്ചർ, വേദിയിലിരിക്കുന്ന PTA അംഗങ്ങളെ, BRCയിലെ അശ്വതി ടീച്ചർ, ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, ഇവിടെ വന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് എൻ്റെ മനസ്സിൽ നിന്ന് ഇല്ലാതായി പോയ ഒരു രംഗം തൊട്ട് മുമ്പ് കാണാൻ കഴിഞ്ഞു. എല്ലാവരും സ്നേഹോപഹാരം ടീച്ചർക്ക് ജെസി ടീച്ചർ നൽകുമ്പോൾ
കുപ്പായി നൽകിയപ്പോൾ നമുക്കത് മനസ്സിലേക്ക് എത്ര ഒരു വിഷമം വന്നില്ല. പക്ഷെ 4ാം ക്ലാസ്സിലെ മകള് ടീച്ചർക്ക് സ്നേഹോപഹാരം നൽകുമ്പോൾ ഒരു വിദ്യാലയത്തിൽ നേരത്തെ ജിനീഷ് സാറും മറ്റുള്ളവരുമൊക്കെ പറഞ്ഞതുപോലെ ഒരു പ്രഥമാധ്യാപിക അവരെ കസേരയിൽ മാത്രമല്ല ഇരുന്നത്, എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരോടും ഒത്തൊരുമിച്ചുണ്ടായിരുന്നു മുൻനിരയിൽ എന്നത് നമുക്ക് ബോധ്യമാകുന്ന ചില കാഴ്ചകളാണ് ഇപ്പോൾ കടന്നുപോയത്. തീർച്ചയായിട്ടും ഒരു എന്താ പറയുക, വികാരം കൊണ്ട് മുൻപോട്ട് ഇപ്പം നേരത്തെ നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ 2 നിമിഷങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. ഒന്ന്, ഒരു വിദ്യാലയത്തിൻ്റെ വാർഷിക ആഘോഷം എന്ന് പറയുന്നത് ആ വിദ്യാലയം എന്ന് പറയുമ്പോൾ അവിടെ അധ്യാപകർ, അനധ്യാപകർ, നമ്മുടെ മക്കൾ, അതുപോലെ രക്ഷിതാക്കൾ, ഈ സമൂഹം മുഴുവൻ ചേർന്ന് നിന്നാണ് ഒരു വിദ്യാലയത്തെ സമ്പൂർണ്ണതയിലെത്തിക്കുന്നത്. ആ ഒരു അധ്യയന വർഷം ഒരു വിദ്യാലയത്തിന് ഒരു നേട്ടമുണ്ടെങ്കിൽ നമ്മുടെ ജനപ്രതിനിധികൾ പറഞ്ഞതുപോലെ ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന സമ്മാനങ്ങൾ കാണുമ്പോൾ അറിയാം, കുറച്ച് എണ്ണത്തിൽ കുറവുണ്ട് മക്കൾ. പക്ഷേ ആ എണ്ണം എത്ര കുഞ്ഞുങ്ങളാണ്, 50 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെല്ലാം മികവുറ്റ കുഞ്ഞുങ്ങളാണ്. എല്ലാ തരത്തിലും എല്ലാ മേഖലയിലും മാറ്റുരച്ച് നമ്മുടെ മക്കൾ മുമ്പോട്ട് പോകുന്നതിൻ്റെ തെളിവാണ് ഈ സമ്മാനങ്ങൾ കാണിക്കുന്നത്. അങ്ങനെ ആക്കിയെടുക്കണമെങ്കിൽ ആ ഒരു സ്കൂളിലെ മുൻകാലഘട്ടം, നമ്മുടെ ഗോപാലകൃഷ്ണ സാർ ഇരിക്കുന്നുണ്ട്, ഗീത ടീച്ചർ ഇരിക്കുന്നുണ്ട്, അതുപോലെ ജ്യോതിഷ് സാറും എല്ലാവരും, കുറേ ഹെഡ് മാസ്റ്റർമാർ ഇതിനെ ഒന്ന് എന്താ പറയുക, നമ്മൾ ഉരച്ചുരച്ച് മിനുസപ്പെടുത്തുക എന്ന് പറയും. അങ്ങനെ മിനുസപ്പെടുത്തി മുൻപോട്ട് കൊണ്ടുപോയതാണ്. ഇപ്പം ജെസി ടീച്ചർ വന്നപ്പോൾ ടീച്ചറിനെ, എൻ്റെ ഒരു കൂട്ടുകാരിയാണല്ലോ ടീച്ചറിനെ ഞാൻ ഹെഡ് മാസ്റ്റർ ആകുന്നതിന് മുമ്പ് അധ്യാപികയായി, ഹെഡ് മാസ്റ്റർ ആകുമ്പോഴും അധ്യാപിക തന്നെയാണ്. എങ്കിലും ആ അധ്യാപക ജോലി ടീച്ചർ വളരെ ആത്മാർത്ഥതയോടുകൂടി ട്രെയിനിങ്ങിലൊക്കെ വന്നിരിക്കുമ്പോൾ ആ ട്രെയിനിങ്ങും ആ സെഷനും ഒക്കെ അറ്റൻഡ് ചെയ്ത് അക്കാദമിക കാര്യങ്ങൾ സംസാരിച്ചു പോകുമ്പോൾ ആ ഒരു കൂട്ടായ്മ, പിന്നെ ടീച്ചർ എല്ലാവരോടും കാണിക്കുന്ന ഒരു സ്നേഹം, അതൊക്കെ തന്നെയാണ് ഇന്ന് തിരക്കുണ്ടെങ്കിലും എന്നെ ഇവിടെ എത്തിച്ചത് എന്ന് തന്നെ പറയാം. നമുക്കറിയാം, ഈ വിദ്യാലയം അല്ലെങ്കിൽ ഒരു നാടിൻ്റെ പൊതുവിദ്യാലയം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ ഒരു വലിയ മരമാണ്. നമ്മൾ കഥകളിലൊക്കെ നമ്മുടെ മക്കൾക്ക് വായിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു നാട്ടിലെ ഒരു മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് പേരിട്ട് പറയാമോ വലിയ മരത്തെ. അങ്ങനെ ആ മരം, ഒരു നാട്ടിൽ വലിയൊരു മരം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കാം. നമ്മുടെ നാട്ടിൽ ആ മരം ആർക്കൊക്കെയാണ് വാസസ്ഥലം നൽകുന്നത്, അഭയം നൽകുന്നത് എന്നുള്ളത് നമുക്കറിയാം. ആ മരത്തിൻ്റെ താഴെ ഒരു കോടുണ്ടെങ്കിൽ, ഒരു പൊത്തുണ്ടെങ്കിൽ അവിടെ ഒരു പാമ്പ് ഉണ്ടായിരിക്കും. പ്രബന്ധമൊന്നുമില്ല, എന്നാൽ താമസിക്കാനുള്ള ഒരു അഭയസ്ഥാനമാണ്. അതുപോലെ അതിൻ്റെ ചില്ലകളിൽ കിളികൾ കൂടിക്കൊട്ടും. അവിടെ താമസിക്കാൻ ആ മരമുത്തശ്ശി സ്ഥലം കൊടുക്കുകയാണ്. ഇനി ആ മരം ഒരു മാവാകട്ടെ, മാവിലുണ്ടാകുന്ന മാമ്പഴം അവിടെ വരുന്ന കിളികൾക്ക് ഭക്ഷണമാണ്. അങ്ങനെ സകലമായ തലത്തിലും ഒരു നാട്ടിലെ വലിയ മരം പല ജീവികൾക്ക് അഭയം നൽകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഓരോ നാട്ടിലെയും പൊതുവിദ്യാലയം അങ്ങനെ തന്നെയാണ്. നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകി നമ്മുടെ ഇവിടെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചു, ഈ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് നന്നായി പഠിച്ച് അക്കാദമികം മാത്രമല്ല
മറ്റുള്ള പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരുപാട് പൗരന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ പൊതുവിദ്യാലയം. ഓർക്കുക, ഞാൻ വന്നപ്പോഴേ എൻ്റെ കണ്ണുടക്കിയത് അവിടെ വർണ്ണക്കൂടാരവുമായി ബന്ധപ്പെട്ടാണ്. പ്രീ പ്രൈമറി, സ്റ്റാർസ് പ്രീ പ്രൈമറി ഗവൺമെൻറ് LPS കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഗവൺമെൻറ് പ്രീ പ്രൈമറി എന്ന് പറയുന്ന ചെറിയ, ഇപ്പോൾ എല്ലാവരും പറയുന്നത് പ്രീ പ്രൈമറി എന്ന് പറയുമ്പോൾ LKG UKG എന്ന് പറയുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് -2 മുതൽ +2 വരെയുള്ള കുട്ടികൾ. -2 കുട്ടികളെ മാറ്റിയിട്ടില്ല, LKG UKG എന്ന് പറയുന്നില്ല, അവരെ -2, അതായത് പൊതുവിദ്യാലയത്തിൻ്റെ ഭാഗമാക്കി അടിസ്ഥാനപരമായി ഉന്നമനം ഉണ്ടാകേണ്ടത് LKGയിലും UKGയിലാണെന്ന് കൃത്യമായി അറിയാം. അങ്ങനെ ഗവൺമെൻറ്റും പൊതുവിദ്യാഭ്യാസ വകുപ്പും SSKയും കൂട്ടിച്ചേർന്ന് ഈ പ്രീ പ്രൈമറി മക്കൾക്ക് എല്ലാ തരത്തിലുള്ള ഉന്നമനത്തിനായി നൽകിയിരിക്കുന്നതാണ് ഈ വർണ്ണക്കൂടാരം. കൂടുതൽ സമയം കളയുന്നില്ല. അങ്ങനെ UPയിലേക്ക് നമ്മൾ കടക്കും. പഴയിരിക്കേണ്ട സ്കൂളിൽ UPയിലെ മക്കൾക്ക് തയ്ച്ചു പഠിക്കാൻ നൈപുണ്യ വികാസം നമ്മൾ പറയൂല്ലേ, അതായത് തയ്യൽ പഠിക്കാം, അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കാൻ നമുക്കറിയാം. എനിക്കിപ്പോഴും അറിയില്ല കേക്ക് ഉണ്ടാക്കാൻ, അതിനൊക്കെ കുറേ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളോട് ചോദിച്ചാൽ മതി, അവിടെ അതിനുള്ളൊരു അഭ്യാസം നടക്കുന്നുണ്ട്. പിന്നെ ബൾബ്, ഇലക്ട്രോണിക്, അങ്ങനെ UPയിലൊരു പഠനം, ഹൈസ്കൂളിലൊരു പഠനം, ഹയർ സെക്കൻഡറിയിലൊരു പഠനം. അക്കാദമിക മാത്രമല്ല, അവരുടെ നൈപുണ്യ വികാസത്തിനായി SSKയും പൊതുവിദ്യാഭ്യാസ വകുപ്പും എല്ലാം കുട്ടികൾക്ക് ഒരു മാനസികോല്ലാസം ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ വെറുതെ എഴുതി പഠിച്ചുകൊണ്ട് മാത്രമായില്ല, ഇങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസം കൂടെ നൽകണമല്ലോ എന്ന് ലക്ഷ്യമിട്ട് ഈ വിദ്യാഭ്യാസം അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസം ഉന്നമനത്തിൽ തന്നെ കടന്നു പോകുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കളും ഈ വിദ്യാലയത്തിൽ പഠിച്ച് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്നതെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞുമക്കളുടെ പരിപാടികൾ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടാകും. മക്കൾ നല്ല നിലയിൽ തന്നെ നമ്മുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ സങ്കടകരമായ ജെസി ടീച്ചർ. ഇപ്പം ഞാൻ സംസാരിച്ചു വന്നപ്പോഴാണ് എൻ്റെ സങ്കടമൊന്നും മാറിയത്. ജെസി ടീച്ചറുമായി ബന്ധപ്പെട്ടാണ്. 29 വർഷത്തെ സേവനം എന്ന് പറയുന്നത് 1997 മുതൽ പാലക്കാടിൽ നിന്ന് ആരംഭിച്ച് അവിടെ നിന്ന് ഇടുക്കിയിലേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു സുഖമൊന്നുമില്ല എന്ന് ഞാൻ അങ്ങനെ പറയാൻ പ്രാപ്തിയൊന്നുമില്ല. എനിക്ക് അത്രയും വർഷത്തെ സർവീസൊന്നും എനിക്കായിട്ടില്ല. പക്ഷേ ഇനി വരുന്ന ഗോപാലകൃഷ്ണ സാറും ഗീത ടീച്ചറും ഒക്കെ അത് പറയും. ഒരുപാട് യാത്രാ സൗകര്യമില്ലാത്ത ഈ ഹൈ റേഞ്ചിൽ കൂടെ ഒരുപാട് ത്യാഗം അനുഭവിച്ചിട്ടൊക്കെ ആയിരിക്കാം നമ്മുടെ ടീച്ചർ അരുവിളഞ്ചാല് പോലെയുള്ള ട്രൈബൽ സ്കൂളിൽ പഠിപ്പിച്ച് ഇങ്ങനെ ട്രാൻസ്ഫർ മേടിച്ച് ഇപ്പോൾ ഇവിടെ പ്രഥമാധ്യാപിക എന്ന് പറഞ്ഞാൽ ഇവർക്കെല്ലാം കൂട്ടുകാരിയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ കടന്നു പോകുന്ന ടീച്ചർ ഈ വിദ്യാലയത്തിൽ ഇപ്പോൾ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ അവസാനത്തെ ഒരു പിടി, ഒരു ബസ്, ഒരു വണ്ടി എന്നുള്ളതാണ്. അതും കൂടെ ടീച്ചർ ഉറപ്പിച്ചിട്ടാണ് ഈ വിദ്യാലയത്തിൻ്റെ ഏപ്രിലിൽ പടിയിറക്കുന്നത്. അപ്പോൾ ടീച്ചറിന് നല്ല ഇച്ഛാശക്തിയുള്ള ഒരു അധ്യാപികയായിരുന്നു. അതെങ്ങനെ വന്നതാണ്? ഒരു പ്രഥമാധ്യാപിക ആയപ്പോൾ ഞാനിതെല്ലാം ചെയ്യാമെന്ന് ഉറപ്പിച്ചതല്ല. ടീച്ചർ എന്ന സേവനം തുടങ്ങിയോ, ഈ നാടിനെ സേവിക്കാൻ തുടങ്ങിയോ, ഈ മക്കളെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ നാട്ടിലേക്കുള്ളൊരു സേവനം കൂടിയാണ്. അപ്പോൾ ആ സേവനം തുടങ്ങിയപ്പോൾ ആത്മാർപ്പണത്തോടുകൂടി അന്നു മുതൽ തുടങ്ങിയ ഒരു പ്രക്രിയ, അതാണ് ഈ ടീച്ചറിനെ ഇപ്പോഴും ഇവിടെ ഒരു സ്നേഹത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതെന്ന് ഞാനും നമ്മളൊക്കെ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും ജെസി ടീച്ചറെ ഒരിടത്ത് കസേരയിൽ ഇരിക്കൂ, അല്ലെ ടീച്ചർ ഇങ്ങോട്ട് മാറി നിൽക്കൂ, മുന്നിൽ നിൽക്കൂ എന്ന് പറയുമ്പോഴും ടീച്ചർ ഇപ്പോഴും ഈ സ്കൂളിൽ സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ തൂമ്പയെടുക്കണമെങ്കിൽ ഞാൻ ആദ്യം തൂമ്പയെടുത്ത് പണി ചെയ്യും എന്ന് ഉറപ്പിച്ച് മനസ്സോടുകൂടി ആ ടീച്ചർക്ക് ഇങ്ങോട്ട് മാറി മുൻപിൽ നിൽക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചു. കാര്യം എന്താണെന്നറിയാമോ? അങ്ങനെ മുൻപന്തിയിൽ മാത്രം നിൽക്കുന്ന ഒരാളല്ലായിരുന്നു. മനസ്സുകൊണ്ട് മുൻപന്തിയിലും സേവനം കൊണ്ട് മുൻപന്തിയിലും നിന്നിരുന്ന ഞാൻ ശാരീരികമായി മുമ്പിൽ നിന്നില്ലേലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് ടീച്ചർ വീണ്ടും അത് കാണിക്കുകയാണ്. ടീച്ചറെ
വളരെ സ്നേഹത്തോടുകൂടി ഒരു കുഞ്ഞു മോനെ കൊണ്ടുവന്ന് ഇനി ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ കുഞ്ഞിനെയാണ് ഞാൻ നോക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ആ ആത്മാർപ്പണം നമ്മുടെ വീട്ടിലേക്ക് മാത്രമാകില്ല എന്നുള്ളത് ഉറപ്പാണ്. ഗവൺമെൻറ് LPS കഞ്ഞിക്കുഴിയിലെ പ്രഥമാധ്യാപികയായി ജെസ് ടീച്ചറുടെ നാടിനു വേണ്ടി, സമൂഹത്തിന് വേണ്ടി, അവിടെയുള്ള മക്കൾക്ക് ഒരു നേർവഴി നയിക്കും, കാണിച്ചു കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ടീച്ചർക്ക് ഭാവി ജീവിതത്തിനായി എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു.